എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒറ്റപ്പെടലുകളുടെ നടുവിൽ ഇടപെടുന്ന ദൈവിക സാന്നിധ്യം, അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ ഇടപെടുന്ന ദൈവം, ഈ വിഷയമാണല്ലോ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് വരുന്ന ബൈബിളിലെ അടുത്ത ഒരു വ്യക്തിയാണ് സറാഫാത്തിലെ വിധവ എന്ന് പരിചയപ്പെടുത്തുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലെ ആ ഒരു സ്ത്രീ. 1 രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ 2 വിറക് പെറുക്കുന്നു. ഈ ഒരു വാക്യ 12-ാം അധ്യായത്തിൻ്റെ ഈ അവസാന ഈ ഭാഗം, ഞാൻ 2 വിറക് പെറുക്കുന്നു, ഞങ്ങൾ ഒരുക്കി മരിക്കാനിരിക്കുകയാകുന്നു. ഒരുറച്ച തീരുമാനം ഇവിടെ കാണാം. എന്തിനുള്ള തീരുമാനമാണ്? മരിക്കാനായിട്ടുള്ളൊരു വലിയ തീരുമാനം. എന്താണ് കാരണം? ദേശം മുഴുവൻ ക്ഷാമമായി. ബൈബിൾ തന്നെ പറയുന്നു 3 വർഷവും 6 മാസവും ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. ആ സമയത്ത് ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം കെരീത്ത് തോട്ടിൻ്റെ ആ സ്ഥലത്തു നിന്നും സാറാഫാത്തിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് ഏലിയാ പ്രവാചകൻ കാണുന്ന ഒരു സ്ത്രീയാണ് ഈ സാറാഫാത്തിലെ വിധവ എന്ന് പറഞ്ഞ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഈ സ്ത്രീ. ഇവിടെ ആ സമയത്തെ ജീവിതത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനാണത്. ഇവളൊരു വലിയ തീരുമാനത്തിലായിരിക്കുകയായിരുന്നു. ഞാനും തൻ്റെ മകനും മരിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാരണം, തങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അവളെ പരിചയപ്പെടുത്തുന്നത് വിധവയെന്ന, സറാഫാത്തിലെ വിധവ എന്ന് വെച്ചാൽ തൻ്റെ കുടുംബത്തെ നോക്കേണ്ടയാളെന്നില്ല. ആ ആളുണ്ടായിട്ടും കാര്യമില്ല, കാരണം ദേശത്ത് വലിയ ക്ഷാമം. അപ്പം എല്ലാ നിലകളിലും തങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഈ കുടുംബമായിരിക്കുക. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം വന്നു, ഇനി ജീവിക്കണ്ട, ഇനി മരിച്ചേക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലിയാവ് അവിടെ ചെന്നിട്ട് അവളെ കണ്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരണം. ഇവള് വെള്ളം എടുക്കുവാൻ പോയപ്പോൾ, എനിക്കൊരു അടകൂടി ഉണ്ടാക്കിക്കൊണ്ട് വരണമേ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്ന മറുപടിയാണ്, എൻ്റെ ദൈവമായ യഹോവയാണ്, എൻ്റെ കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയല്ലാതെ ഒന്നുമില്ല. കണ്ടോ, ഞാൻ 2 വിറക് പെറുക്കുന്നു, ഇതൊരുക്കി ഞങ്ങൾ കഴിച്ചിട്ട് മരിക്കാനിരിക്കുക. എന്ന് വെച്ചാൽ ഇനിയില്ല, നാളത്തേക്കിന് കരുതി വെക്കുവാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ മരിക്കാൻ പോകുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ ഉള്ള ദൈവത്തിൻ്റെ ഇടപെടൽ കാണാം. അതിൻ്റെ 13-ാം വാക്യത്തിൽ ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എന്താ അവിടെ സംഭവിച്ചത്? ദേശം മുഴുവൻ ക്ഷാമമായിരുന്നപ്പോൾ ഏലിയാവ് അവിടെ ചെന്ന് അവളോട് പറയും, എനിക്ക് ഇപ്പോൾ നിങ്ങൾ ഭക്ഷിച്ചിട്ട് മരിപ്പാനിരിക്കുന്ന ആ അട അതെനിക്ക് നൽകാൻ. അങ്ങനെയാണെങ്കിൽ യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവോ ഭരണിയിലെ എണ്ണയോ കുറയാതെ ഒരു ദൈവപ്രവൃത്തി നീ കാണുക. മരിക്കാനുള്ള ഉറച്ച തീരുമാനം നിൽക്കുന്ന ഒരു വ്യക്തിയെ നോക്കി ദൈവത്തിൻ്റെ ആലോചന ഏലിയ പ്രവാചകൻ വിളിച്ചു പറയുക, ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിച്ചു പറയുക. ഇന്ന് ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില ഉറച്ച തീരുമാനങ്ങളുടെ നടുവിൽ ഇനി മുന്നോട്ടില്ല,
ജീവിതം അവസാനിപ്പിച്ചേക്കാം, എല്ലാം തീർന്നു, ഒരു വഴിയുമില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന, സഹായിക്കാൻ ആരുമില്ല, സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കുന്നു ഉള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇനി സകലവും അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തയോടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ്. നിന്റെ വിഷയത്തിൻ്റെ മേൽ ഒരു ദൈവ പ്രവൃത്തിയെ സ്വർഗം കൽപ്പിച്ചാക്കുകയാണ്. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ എന്ന് വെച്ചാൽ ആ ദേശത്തിൻ്റെ അവസ്ഥ എന്ന് മാറുന്നോ അന്ന് വരെ നിനക്കൊരു പുതിയ പ്രൊവിഷനെ ദൈവം തുറക്കാൻ പോകുന്നു. നിന്റെ വീട്ടിൽ മാത്രം, ദൈവത്തെ വിശ്വസിക്കുന്ന നിന്റെ ഭവനത്തിൽ മാത്രം ഒരു പുതിയ വഴിയെ ദൈവം തുറക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ ആമേൻ പറഞ്ഞ് കമൻറ്റിൽ ഇട്ടാട്ടെ. ഹല്ലേലൂയ, ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ ആമേൻ ആരും സഹായിക്കാനില്ല, ഇനി അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ആ ഉറച്ച തീരുമാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കൈമാറുന്നു. നീ മുന്നോട്ട് സഞ്ചരിക്കും, നിൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകും, നിൻ്റെ പഠനം മുന്നോട്ട് പോകും, നിൻ്റെ ബിസിനസ് മുന്നോട്ട് പോകും. നീ അഭിമുഖീകരിക്കുന്ന കടബാധ്യതകളുടെ നടുവിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിന്നെ മുന്നോട്ട് വഴി നടത്തുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വചനം കൽപ്പിച്ചു കൈമാറുന്നു. ഒരു നിമിഷത്തേക്ക് കണ്ണുകളെ അടയ്ക്കാം. ഈ ദിവസം മരണഭീതിയാൽ ആമേൻ മരണഭീതിയാൽ, സൂയിസൈഡ് ടെൻഡൻസിയാൽ, സൂയിസൈഡിൻ്റെ ആത്മഹത്യാ ചിന്തകളാൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആമേൻ ഈ നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ കർത്താവേ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ സറാഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി തുറന്ന ദൈവത്തിൻ്റെ പദ്ധതി ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ജീവിതത്തിൽ സ്വർഗം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഉള്ള തീരുമാനങ്ങൾക്കൊരു മാറ്റം വരട്ടെ. എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനങ്ങൾക്കൊരു മാറ്റം വരട്ടെ. ദൈവം പുതുവഴികളെ ഇവരുടെ ജീവിതത്തിൽ കൽപ്പിച്ചാക്കണമേ. തലമുറകൾക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനം ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. സകലവും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.